കെഎസ്യുവിന്റെ അകത്തുള്ള ഭാരവാഹികളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കാരണം ഈ ആരോപണം ഉന്നയിക്കുന്ന ആരോപണ വിധേയനായ ആൾ പല കെഎസ്യു സംസ്ഥാന ഭാരവാഹികൾക്കും വേണ്ടി പല കേസുകളിലും ഹാജരായിട്ടുണ്ട്. സ്വാഭാവികമായും അവരുള്ള ആളുകളൊക്കെ സംസ്ഥാന പ്രസിഡന്റിനോട് നേരത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ പറയുന്ന ശരത് എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുൻപ് കെഎസ്യുവിന്റെ കേസുകളിൽ ഹാജരായിട്ടുള്ള കെഎസ്യു പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി തവണ കേസുകളിൽ ഹാജരായിട്ടുള്ള ഒരാളാണെന്ന്. പക്ഷെ എന്തുകൊണ്ട് ഇത് കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് മനസ്സിലാകുന്നില്ല? ഇനി ബോധപൂർവം അദ്ദേഹം അത് മനസ്സിലാക്കാത്തതാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക. എനിക്കറിയില്ല. കാരണം കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും ഇന്നലെ പ്രതികരിച്ച എ.പി. അനിൽകുമാർ, മന്ത്രി റോജി എം ജോൺ, അതുപോലെ തന്നെ മന്ത്രി കെ മുരളീധരൻ, ഇവരൊന്നും ഇത്തരത്തിലുള്ള സംസ്ഥാന പ്രസിഡന്റ് ആരോപണങ്ങളെ ഓൺ ചെയ്യുന്ന രീതിയിലല്ല സംസാരിച്ചത്. ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞതെന്താണ്? കെഎസ്യുവിന് വിമർശനങ്ങൾ ഉന്നയിക്കാം, പക്ഷേ അത് പരിധി വിടരുത്. കാരണം എന്താണ്? ഇതിന്റെ മെറിറ്റ് അവർ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയെന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, തീർച്ചയായും തെറ്റ് കണ്ടാൽ തീർച്ചയായും പറയും. ഞങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനെതിരല്ല. പക്ഷെ ആ വിമർശനങ്ങളിൽ കാമ്പുണ്ടായിരിക്കണം. ക്രിയാത്മകമായ വിമർശനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു സംസ്ഥാന കമ്മിറ്റി എന്തുകൊണ്ട് പ്രസിഡന്റ് വിളിച്ചു ചേർക്കുന്നില്ല? ഏകപക്ഷീയമായി സംസ്ഥാന കമ്മിറ്റിയുടേതാണെന്ന് നിരന്തരം പറയുന്ന തരത്തിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഞങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട കെഎസ്യുവിന്റെ സംസ്ഥാന ഭാരവാഹികളാണ്. ഞാൻ സംഘടനാ ചുമതലയിലിരുന്ന ജനറൽ സെക്രട്ടറിയാണ്. മറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഇവിടെയുണ്ട്. അപ്പോ പ്രസിഡന്റ് ഇത്തരം ഒരു വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ മിനിമം കെഎസ്യുവിന്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടെങ്കിലും കൂടിയാലോചന നടത്തി അവരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ തയ്യാറാവണ്ടേ? ഏതെങ്കിലും കേസുകളിൽ നിങ്ങൾക്ക് വേണ്ടി ആരോപണ വിധേയർ ഹാജരായിട്ടുണ്ടോ? ഈ ആരോപണ വിധേയർ അവർക്ക് എന്തെങ്കിലും കോൺഗ്രസ് പശ്ചാത്തലമുണ്ടോ? ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമല്ലേ ഇത്തരത്തിലുള്ള ഗവൺമെന്റിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഇത്ര പരസ്യ പ്രതികരണത്തിന് പ്രസിഡന്റ് മുതിരേണ്ടത്? അപ്പോൾ ഒരു തരത്തിലുള്ള ആലോചനയും ഒരു തരത്തിലുള്ള ചിന്തയുമില്ലാതെ ഗവൺമെന്റിനെ കരിവാരി തേക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, സ്വാഭാവികമായി നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം നിരന്തരം മുഖ്യമന്ത്രി അടക്കം ഇതിൽ വ്യക്തത വരുത്തിയിട്ടും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു കേസ് നടത്തിയത് അറിയാത്ത ആളാണോ സംസ്ഥാന പ്രസിഡന്റ്? കേരള യൂണിവേഴ്സിറ്റിയിൽ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി അപ്പിയർ ചെയ്ത വക്കീലിനെ അന്വേഷിച്ചാൽ അറിയാത്ത ആളാണോ സംസ്ഥാന പ്രസിഡന്റ്? സിൻജോയോ അല്ലെങ്കിൽ ഞങ്ങൾ സംസ്ഥാന ഭാരവാഹിയുമായിട്ടൊന്നും ഈ കാര്യം ചർച്ച ചെയ്യാൻ കഴിയാത്ത തരത്തിലാണോ സംസ്ഥാന പ്രസിഡന്റ്? അപ്പൊ ഇത്തരത്തിലൊരു ചർച്ചയില്ലാതെ രാവിലെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും നിരന്തരം വാർത്താമാധ്യമങ്ങളിലൂടെ KCCക്ക് എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല? പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാരുമായി ഇതിൽ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ജിയോണയുമായി ബന്ധപ്പെട്ടും 2022 എന്റെ കയ്യിൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ലിസ്റ്റ് ഉണ്ട്. 2022 ജിയോണ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളാണ്. ഇനി ഇത്തരത്തിലൊരു ആക്ഷേപം ഉണ്ട് എന്നിരിക്കട്ടെ. കെഎസ്യുവിന് ആക്ഷേപം ഉണ്ടെങ്കിൽ അത് ആദ്യം ആ കൺസേൺ അറിയിക്കേണ്ടത് ആരെയാണ്? ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിനാണ് അറിയിക്കേണ്ടത്. നിങ്ങൾ കൊടുത്ത ലിസ്റ്റ് ശരിയല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളെ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോഷക സംഘടനയുടെ ഭാഗമായ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. നാളിതുവരെയായിട്ടും ലോയേഴ്സ് കോൺഗ്രസിനെതിരെ എന്തുകൊണ്ട് ഈ വിമർശനം ഉന്നയിക്കുന്നവർ ശബ്ദിക്കുന്നില്ല? അപ്പോൾ അവർക്ക് ഒരേ ഒരു പ്രതിയെ ആവശ്യമുള്ളൂ. അവർക്ക് ഒരാളുടെ മേൽ മാത്രമേ കുറ്റം പാകുഭാരം മുഴുവൻ ചുമത്താൻ താല്പര്യമുള്ളൂ. അത് കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രിയാണ്. ഇവിടെ കെഎസ്യുവിന്റെ പോരാട്ടങ്ങൾ ആരും കുറച്ചു കാണുന്നില്ല. ഞാനടക്കം നിൽക്കുന്ന ഈ മുഴുവൻ സഹപ്രവർത്തകരും തെരുവിൽ ചോര ചിന്തിയവരാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ശ്രമഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ജനകീയ ക്രിയാത്മക ഇടപെടലുകളാണ് കേരളത്തിൽ 102 സീറ്റിൽ കോൺഗ്രസിന് അധികാരത്തിൽ എത്തിച്ചത്. ഏകപക്ഷീയമായി അദ്ദേഹത്തെ മാത്രം ആക്രമിക്കുന്നത് കാണുമ്പോൾ ഒരേ വേദിയിലല്ല. ആ വിഷ്വൽ നമ്മളെല്ലാം കണ്ടതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കെഎസ്യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്തരം ഒരു വിഷയത്തിൽ കാണേണ്ടത് എവിടെ വെച്ചാണ്? എന്റെ ചോദ്യം അതാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. വിഷ്വലിൽ നിന്ന് വ്യക്തമാണെന്ന് അതും മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കാര്യമാണ്. അദ്ദേഹം കണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിന് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമല്ല. അതെ, അലോഷി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് കെഎസ്യുവിന്റെ മുഴുവൻ തണലിൽ വേണ്ട. ഈ പതാക എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ PT തോമസിനെയും ഉമ്മൻചാണ്ടിയെയും വയലാർ രവിയെയും AK ആന്റണിയെയും ചിലർ അനാവശ്യമായി കോട്ട് ചെയ്യുമ്പോൾ അവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ എന്തായിരുന്നു? കാമ്പുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ കൃത്യമായി പഠിച്ച്
വിഷയത്തെ മനസ്സിലാക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി പോലും ശരത്ത് ഹാജരായിട്ടുണ്ടെന്ന് പോലുമുള്ള ബേസിക് ബോധ്യം പോലും ഇല്ലാതെയാണ് ചില ആളുകൾ ആരോപണം ഉന്നയിക്കുന്നത്. അത്തരം ആരോപണങ്ങൾ KSU അപഹാസ്യമാക്കാൻ വേണ്ടിയ സമൂഹത്തിൽ ഉപകരിക്കുമോ? അല്ല, സ്വാഭാവികമായി അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി ഫോറത്തിൽ പോകുന്നില്ല? ഈ പാർട്ടിക്ക് മുഖ്യമന്ത്രി മാത്രമല്ലേ ഉള്ളൂ, KPC പ്രസിഡന്റ് ഉണ്ട്, KPCC ജനറൽ സെക്രട്ടറിമാരുണ്ട്, ലോയേഴ്സ് കോൺഗ്രസിന്റെ ചാർജുള്ള ഭാരവാഹികളുണ്ട്. ഇവരാരുമായി ഒരു സംസാരത്തിനും തയ്യാറാവുന്നില്ല. ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ, AP അനിൽകുമാർ അടക്കം പ്രതികരിച്ചു. അപ്പോഴൊന്നും KSUവിന്റെ വിഷയത്തെ കേരളത്തിൽ ഒരു നേതാക്കന്മാരും എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? അപ്പൊ അതിന് കാരണം കാമ്പുള്ള വിമർശനങ്ങൾ. അങ്ങനെ KSUവിന് അസംബ്ലി കമ്മിറ്റികൾ ഭാരവാഹികൾ നിലവിലായിട്ടില്ല. അസംബ്ലി പ്രസിഡന്റുമാർ മാത്രമേ ഉള്ളൂ. അത് കെട്ടിയവരല്ല, അത് അയച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മളാരും ആ പോസ്റ്റർ കണ്ടിട്ടില്ല, മാധ്യമങ്ങളോട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, KSUവിന് ഔദ്യോഗികമായിട്ട് അസംബ്ലി ഭാരവാഹികളില്ല, അവര് ഇല്ല. മെമ്പർഷിപ്പ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മഹാരാഷ്ട്രയിലെ വിദ്യാർത്ഥികളായിരുന്നു. വസ്തുത ബോധ്യപ്പെടുത്തിയതാണ്, ഇതിന്റെ വസ്തുത ബോധ്യപ്പെടുത്തിയതാണ്. അല്ല, ഞങ്ങൾ ഇതിന്റെ വസ്തുത തിരുത്താണ്. സ്വാഭാവികമായി ഇത് മനസ്സിലാക്കി പ്രസിഡന്റ് ഇതിൽ കുറെ കൂടി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണം. ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ വിമർശനങ്ങളല്ല, അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ അല്ല ഇത്തരം വിമർശനങ്ങൾ നടത്തേണ്ടത്. അത് അവസാന ഘട്ടമാണ്. ആദ്യം ഘട്ടം ചെയ്യേണ്ടത് ചെയ്യാതെ ആദ്യഘട്ടത്തിൽ തന്നെ പരസ്യ പ്രതികരണം നടത്തുകയും അവസാനഘട്ട മുഖ്യമന്ത്രിയുമായി കൂടിയാലോചനയ്ക്ക് സമയം ചോദിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ഒരു വിഷയത്തിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ്, അതും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളാണ് KSU സംസ്ഥാന പ്രസിഡന്റ്. തിരുവനന്തപുരം ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റി പരസ്യ പ്രതികരണം നടത്തിയത് ഒരു വൈകാരികമായ പ്രതികരണമായോ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റ് വെച്ച് നമുക്കതിനെ ന്യായീകരിക്കാം. പക്ഷേ KSU സംസ്ഥാന പ്രസിഡന്റ് ഒരു വിഷയത്തെ അഭിമുഖീകരിക്കേണ്ട ഈ തരത്തിലല്ല. അല്ല, ഇത്തരത്തിൽ പല ആളുകളും പല ചേരിയിൽ നിന്നുകൊണ്ടുള്ള അഭിപ്രായം പറയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് KSU ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം KSUവിന്റെ ഭാഗത്തു നിന്നാണ് വന്നത്. അല്ല, അതൊന്നും ഞങ്ങൾക്ക് അറിയുന്നതല്ല. അല്ല, ഞങ്ങളുടെ എതിർപ്പുകൾ സ്വാഭാവികമായിട്ടും ആലോചിച്ച് സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഗ്രൂപ്പിലടക്കം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ എതിർപ്പുകളൊന്നും വകവയ്ക്കാതെ ഏകപക്ഷീയമായി ചില ആളുകൾ ഞങ്ങൾ സ്വാഭാവികമായും സർവകലാശാല സിൻഡിക്കേറ്റിൽ ഒരാളെ വയ്ക്കുമ്പോൾ സ്വാഭാവികം ആരുടെ ലിസ്റ്റ് പരിഗണിക്കണം? KSU സംസ്ഥാന കമ്മിറ്റി കൊടുക്കുന്ന ലിസ്റ്റ് പരിഗണിക്കണം. അത്തരം ഒരു ലിസ്റ്റിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും പോഷക സംഘടനയ്ക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ആരോട് പറയണം? KSU തിരുത്താൻ പറയണം. ഇപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് ഓരോ പ്ലീഡർ നിയമനത്തിലും ഓരോ വ്യക്തിയും നേരിട്ട് കണ്ട് അവരുടെ പശ്ചാത്തലം പരിശോധിക്കാൻ കഴിയണമെന്നില്ല. സ്വാഭാവികമായും പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പോഷക സംഘടന ഔദ്യോഗിക ലെറ്റർ പാഡിൽ കൊടുത്ത ലിസ്റ്റ് അദ്ദേഹം പരിഗണിച്ചു. ആ ലിസ്റ്റിൽ 2022 ഞാൻ പറഞ്ഞു, ഈ പറയുന്ന വ്യക്തി ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ലിസ്റ്റിൽ 137-ാം സീരിയൽ നമ്പറിലുള്ള ആളാണ്. അപ്പോൾ അവർ അങ്ങനെ CPM ബന്ധമുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ട് ലോയേഴ്സ് കോൺഗ്രസ് അവരെ പരിഗണിച്ചു? എന്തുകൊണ്ട് ഇത്രയും കാലം അവർ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു? അതല്ല ആദ്യം പരിശോധിക്കപ്പെടേണ്ടത്. അത് പരിശോധിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിക്ക് മേൽ മാത്രം ഇത്തരം പാപഭാരം കെട്ടിച്ചുമത്തുന്നതിനാണ്. 2022 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 4 വർഷമായി അവർ ലോയേഴ്സ് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു. അല്ല, അത്തരം ആവശ്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഈ സബ്ജക്റ്റിന്റെ മെറിറ്റും ഡിമെറിറ്റിനെ കുറിച്ചാണ്. സംസ്ഥാന പ്രസിഡന്റ് വ്യക്തിപരമായി ഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം ഒരു തരത്തിൽ ഏകപക്ഷീയമായ നടപടികളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഈ വിഷയത്തിൽ എല്ലാ KSUക്കാരുടെയും അഭിപ്രായം ഇതല്ല. ഈ പറയുന്ന പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ശരത്ത് എന്ന് പറയുന്ന ആളെ സംഘിച്ചാപ്പ ചുമത്തുമ്പോൾ, സമൂഹത്തിൽ ഒരാളെ ഇരുട്ടിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ, ഒരു ജനാധിപത്യ മതേതര ചേരിയുടെ ഭാഗമാകണമെന്ന് തീരുമാനിച്ച് ആ ചേരിയുടെ ഭാഗമായി വന്ന ഒരാളെ നമ്മളും മാധ്യമങ്ങളും KSUവും മുഴുവൻ ആളുകളും കൂടി അയാൾ സംഘിയാണെന്ന് നിരന്തരം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അത് ശരിയായ പ്രവണതയല്ല. ഒരാളുടെ പേര് നോക്കി, അയാളുടെ മതം നോക്കി അയാള് ജമാഅത്താണ് അല്ലെങ്കിൽ അയാൾ സംഘിയാണ്, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം. ഞാൻ പറഞ്ഞു, അതാണ് എന്റെ അത് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞങ്ങളടക്കം അല്ല, നിയമനങ്ങൾ എനിക്ക് ആക്ഷേപം ഉണ്ടെന്നല്ല പറഞ്ഞത്. പൊതു സമൂഹത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ അന്ന് പ്രതികരിച്ചില്ല. എനിക്ക് ആക്ഷേപം ഉണ്ടെന്നല്ല പറഞ്ഞു. ഇത്തരം പല തെറ്റിദ്ധാരണകളും ഉണ്ട്. അല്ല, അത് എനിക്ക് എന്റെ ബോധ്യത്തിലുള്ള കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരാൾ SFI കാരനാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൽ അന്വേഷണം നടത്തി. ഞാൻ വ്യക്തിപരമായ അന്വേഷണം നടത്തി. എന്താണ് സംഭവം?
കഴിഞ്ഞ പോലീസ് തെരഞ്ഞെടുപ്പിൽ, യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരാളും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാനില്ലാത്ത ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പോലീസ് അസോസിയേഷന്റെ ഭാഗമായി മത്സരിച്ച ഒരാളെയാണ് സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് ലിസ്റ്റിൽ ആദ്യം പരിഗണിച്ചത്. അയാളുടെ ഭൂതകാലത്തിൽ അയാൾ SFI ആയിരുന്നു എന്നതുകൊണ്ട് ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് ആരും മത്സരിക്കാനില്ലാത്തപ്പോൾ പോലീസ് അസോസിയേഷൻ മത്സരിച്ച ഒരാൾക്കെതിരെയും ഇത്തരത്തിൽ ആരോപണം ഉയർന്നു. വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കും. അല്ല, എത്ര പ്ലീഡർ നിയമനം നടന്നു? എത്ര പ്ലീഡർ നിയമനം നടന്നു? യൂത്ത് കോൺഗ്രസ് ഭാരവാഹി രാംലാല് പ്ലീഡർ നിയമനത്തിലുണ്ട്, സുഫിയാൻ ചെറുവാടി ഉണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയുണ്ട്. പിന്നെ മറ്റൊരു വാലിഡ് പോയിന്റ് ഞാൻ ഇന്നലെ ഉന്നയിച്ചത്, KSU ഔദ്യോഗികമായ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിന്റെ കേസ് നടത്തിയത് ഇന്ന വക്കീലന്മാരാണ്, ഇവരെ പരിഗണിക്കണം. KSU സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ സംസ്ഥാന കൊടുക്കേണ്ടത്. അപ്പോ പിന്നെ ആ ലിസ്റ്റിനെയാണല്ലോ നമ്മൾ മാനിക്കേണ്ടത്. ലോയേഴ്സ് അസോസിയേഷൻ കൊടുത്താലും ഒരു റെക്കമെൻഡേഷൻ KSUവിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഇവരാണ് KSUവിന്റെ കേസുകൾ വാദിച്ച വക്കീലന്മാർ. ഇവർ മുൻകാലങ്ങളിൽ KSUവിന്റെ ഭാരവാഹികളായിരുന്നു, അല്ലെങ്കിൽ മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഇവരാണ് KSUകാർ. അത്തരം ഒരു ഇതും കൊടുത്തിട്ടില്ല.